വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജു ഓപ്സ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് 2023 എങ്ങനെയാണ് അപേക്ഷിക്കുക, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ UGC നെറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള, അതായത് NTA നെറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ ലോഗിൻ ചെയ്യുക. NTA.net.ac.in ആണ് NTAയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ NTAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക. ഹോം പേജ് ആണതിൽ. ഹോം പേജിൽ നിങ്ങൾക്ക് ആക്റ്റീവ് എക്സാമിനേഷൻ, ഈ സർട്ടിഫിക്കറ്റ്, മോക്ക് ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ നമ്മൾ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള എബൌട്ട് അസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻറ്റ് കാറ്റഗറി നമ്മൾ ക്ലിക്ക് ചെയ്യാം. സ്റ്റുഡൻറ്റിൽ നമുക്ക് ഇങ്ങനൊരു വെബ് പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അതിൽ NTA നടത്തുന്ന എല്ലാ എക്സാമുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ നമുക്ക് UGC നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. സെക്കൻഡ് നിങ്ങൾ എത്തിച്ചേരുന്നത് ഇത്തരം ഒരു വെബ് പേജിലോട്ടായിരിക്കും. ഈ വെബ് പേജിൽ നമ്മൾ UGC നെറ്റിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ പേജിൻ്റെ താഴെയായിട്ട് കാൻഡിഡേറ്റ് ആക്ടിവിറ്റി ആപ്ലിക്കേഷൻ ഫോർ UGC നെറ്റ് ജൂൺ 2023 എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ദെൻ കാൻഡിഡേറ്റ് ആക്ടിവിറ്റി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. അതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്താണ്. പുതുതായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവർക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ് ഓൺലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വെബ് പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സിസ്റ്റത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വെബ് പേജ് ആയിരിക്കില്ല, മറ്റൊരു വെബ് പേജ് ആയിരിക്കും. ഇതേ ഡീറ്റെയിൽസുകളായിരിക്കും. ദെൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്ന് മാറിയിട്ടുണ്ടാവും. എനിവേ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സെയിം ആണ്. കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വെബ് പേജ് ആയിരിക്കും നമ്മൾക്ക് വരിക. ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക. ദെൻ അതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ദെൻ നിങ്ങൾ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അല്ലെങ്കിൽ NTAയുടെ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാം തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം അതിലൊരു ടിക്ക് മാർക്ക് ഉണ്ട്, ഐ ഹാവ് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആൻഡ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഓൾ ദി ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളിടത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് ടു അപ്ലൈ ഓൺലൈൻ എന്ന് കൊടുക്കുക. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ലോഗിങ് ആക്ടിവിറ്റിയിൽ വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിലെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസുകൾ, പേഴ്സണൽ ഇൻഫർമേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. കൂടാതെ കാൻഡിഡേറ്റിൻ്റെ മെയിലിംഗ് അഡ്രസ്, ഡീറ്റെയിൽസ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഫോമിൽ കാൻഡിഡേറ്റ് നെയിം, ദെൻ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഐഡൻറ്റിറ്റി ടൈപ്പ്, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതിൽ ആധാറാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൂഫാണെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ നമ്പർ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ്, റെസിഡൻഷ്യൽ അഡ്രസ്സ് തന്നെ കൊടുക്കുക. അതിനുശേഷം കൺട്രി, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയിട്ടുള്ളതൊക്കെ തെറ്റാതെ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സും ഒരു മൊബൈൽ നമ്പറും കറക്റ്റായി കൊടുക്കുക. അതായത് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം തുടർന്ന് NTAയുടെ ഇൻഫർമേഷൻസുകളെല്ലാം ഈ ഒരു ഇമെയിൽ ID-ലോട്ടും ഈ ഒരു മൊബൈൽ നമ്പറിലോട്ടും ആയിരിക്കും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവുക NTAയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന്. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. തുടർന്ന്
അഡ്രസ്സ് വീണ്ടും ഉണ്ടായിരിക്കും, പെർമനൻ്റ് അഡ്രസ്സും റെസിഡൻഷ്യൽ അഡ്രസ്സും. അതിൽ അഡ്രസ്സ് സെയിം തന്നെയാണെങ്കിൽ അവിടെ സെയിം ആൻസ് എന്നുള്ള തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് പാസ്വേഡ് ക്രിയേഷൻ ആണ്. പാസ്വേഡിൽ നിങ്ങൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് അത് ക്ലിയർ ആയിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ റിസൾട്ട് നോക്കുവാനും ദെൻ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പാസ്വേഡാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതേ സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ദെൻ അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസറും കൊടുക്കുക. ദെൻ അതിനുശേഷം ഒരു സെക്യൂരിറ്റി പിൻ തന്നിട്ടുണ്ടായിരിക്കും. അത് സിസ്റ്റത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കലി തന്നിട്ടുണ്ടായിരിക്കും. അത് തെറ്റുകൂടാതെ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഡീറ്റെയിൽസുകളെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്യുക, ഫാദേഴ്സ് നെയിം തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനിലും കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഐ എഗ്രി എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. ഇനി എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷനിൽ പോയിട്ട് നമുക്ക് തിരുത്താവുന്നതാണ്. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റേർഡ് ഫോമിലോട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ ഫോണിൽ മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ വന്നിട്ടുണ്ടായിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതുതായിട്ട് നമ്മളൊന്ന് ലോഗിൻ ചെയ്യണം. തുടർന്ന് നമ്മൾ രജിസ്ട്രേഷൻ നമ്പറും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. പുതുതായിട്ട് ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. കോൺടാക്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റഡ്, പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ആയിരിക്കും. അത്തരം ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ അതിന് ശേഷം വരുന്നത് ആധാർ ഡീറ്റെയിൽസ് ആയിരിക്കും. ആപ്ലിക്കേഷൻ നമ്പറും ദെൻ കാൻഡിഡേറ്റ് നെയിം, ജെൻഡർ, കാൻഡിഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ആധാർ നമ്പറും ഇവിടെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സാമിനേഷൻ സെൻറ്റർ ഓപ്ഷൻസുകളും നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റ് ഓപ്ഷൻസുകളാണ് നമുക്ക് ഇവിടെ നെക്സ്റ്റ് വരുന്ന ഇൻ്റർഫേസിൽ ഉണ്ടാവുക. ആപ്ലിക്കേഷൻ ഫോർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആൻഡ് JRF ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മാത്രം ആണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ സെലക്ട് ചെയ്യുക. JRFും കൂടി വേണമെന്നുണ്ടെങ്കിൽ JRFിനും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ JRF ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ നമ്മൾ കൊടുക്കുക. ദെൻ സബ്ജക്റ്റ് ഓപ്റ്റഡ് ഫോർ നെറ്റ്, അതായത് നമ്മൾ കൊമേഴ്സിനാണ് നമ്മൾ നെറ്റ് എഴുതുന്നുണ്ടെങ്കിൽ കൊമേഴ്സ് എന്ന് കൊടുക്കുക, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക. ദെൻ എക്സാമിനേഷൻ സിറ്റി ആണ് കൊടുക്കാനുള്ളത്. എക്സാമിനേഷൻ സിറ്റിയിൽ ഫസ്റ്റ് ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സിറ്റി, അവിടെ നിങ്ങൾ എക്സാമിനേഷൻ സിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഫീസിബിളായിട്ട് എത്തിച്ചേരാവുന്ന എക്സാമിനേഷൻ സെൻറ്റേഴ്സുകൾ അല്ലെങ്കിൽ എക്സാമിനേഷൻ സെൻറ്ററിലുള്ള ജില്ലകളാണ് നമ്മളതിൽ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ 4 ഓപ്ഷൻസുകളുണ്ട്. നിങ്ങളുടെ ഫീസിബിലിറ്റി അനുസരിച്ചിട്ട് എല്ലാ എക്സാമിനേഷൻസ് 4 എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ എക്സാമിനേഷൻ നമ്മൾ കൊടുക്കുക. എക്സാമിനേഷൻ സെൻറ്റേഴ്സുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ചോയ്സ് ഓഫ് എക്സാം സിറ്റി എന്നുള്ളിടത്ത് കേരള കൊടുക്കുക. ദെൻ കേരളത്തിൽ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും സെലക്ട് എക്സാമിനേഷൻസ് സെൻറ്റേഴ്സുകൾ. അവിടെ നമ്മൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് ചോയ്സ് ഓഫ് എക്സാമിനേഷനിലും ഇതുപോലെ നമ്മൾ ചെയ്യാം. ദെൻ ഫർദർ ആയിട്ടുള്ള ഗാർഡിയൻ ഇൻഫർമേഷൻസുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിരിക്കും നെക്സ്റ്റ് ഓപ്ഷനിൽ ഉണ്ടാവുക. സേവ് ആൻഡ് നെക്സ്റ്റിന് ശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നിങ്ങളുടെ PGയുടെ മാർക്ക്, ദെൻ PGയുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA നമ്മൾ കൊടുക്കേണ്ടി വരും. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ PhD ചെയ്യുന്നുണ്ടെങ്കിൽ PhD ഡീറ്റെയിൽസുകൾ കൊടുക്കുക. MPhil ചെയ്യുന്നുണ്ടെങ്കിൽ MPhilൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ്റെ പ്രോസസ്സ് ഉണ്ടായിരിക്കും. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സബ്ജക്റ്റ് ഓപ്റ്റഡ് ഫോർ, ദെൻ എക്സാമിനേഷൻ സിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാം
വെരിഫൈഡ് ആണെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം എഗ്രി കൊടുക്കുക. ദെൻ ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോമിൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ടിക്ക് മാർക്ക് വീണിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഫോട്ടോസിന് മിനിമം റെസ്ട്രിക്ഷൻസുകൾ പറയുന്നുണ്ട്. ദ സൈസ് ഓഫ് ദി ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 4 KB to 50 KB. ഫോട്ടോഗ്രാഫ് ഡയമെൻഷൻ ഷുഡ് ബി 3.5 cm into 4.5 cm. ദെൻ സിഗ്നേച്ചറിൻ്റെ സൈസ് പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ ഡയമെൻഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസിൽ മിക്കവാറും നമ്മൾ 2 ഇയേഴ്സുകളും വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസുകൾ വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. ദെൻ കൂടാതെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഇമേജസുകൾ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയ്ക്ക് താഴെയായിട്ട് നിങ്ങളുടെ പേരും എടുത്തിട്ടുള്ള ആ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും കൂടി മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ സിഗ്നേച്ചർ ആണെങ്കിൽ ബ്ലാക്ക് പെൻ അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് കൊണ്ട്, ബ്ലാക്ക് ഇങ്കാണ് നമ്മൾ നോർമലി ചെയ്യുക. ബ്ലാക്ക് അപ്ലോഡ് ഇമേജസിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരിക. അതിൽ ചൂസ് ഫയൽ എന്നുള്ളിടത്ത് നിങ്ങളുടെ JPG ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ദെൻ സിഗ്നേച്ചർ ഉള്ളിടത്തും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അവിടെ നമുക്ക് പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട്, ഒന്നും കൂടി റീചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ദെൻ സെക്യൂരിറ്റി പിന്നുള്ളിടത്ത് സെക്യൂരിറ്റി പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. ദെൻ ക്ലിക്ക് ഹിയർ എന്നുള്ളിടത്ത് ഓക്കെ കൊടുക്കുക. ദെൻ അതിന് ശേഷം ഫൈനൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫോട്ടോസും സിഗ്നേച്ചേഴ്സും നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. ഫോട്ടോസും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സാമിനേഷൻ പേ ചെയ്യാനുള്ള സ്റ്റേജാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സബ്മിഷനുള്ള ഒരു ബട്ടൺ കാണും. അത് ഫൈനലി സബ്മിറ്റ് ചെയ്യാം. ഫൈനൽ സബ്മിറ്റിന് ശേഷം നിങ്ങൾക്ക് പ്രിന്റ് കൺഫർമേഷൻ പേജ് എന്ന് പറയും. പ്രിന്റ് കൺഫർമേഷൻ പേജ് എന്ന് പറയുന്നത് നമ്മുടെ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പേജാണ് കൺഫർമേഷൻ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിന്റ് കൺഫർമേഷൻ പേജ് കൊടുക്കുക. കൺഫർമേഷൻ പേജ് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രിന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ആപ്ലിക്കേഷൻ നമ്പർ, ദെൻ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങുന്നതായിരിക്കും. എക്സാമിനേഷൻ സെൻറ്റേഴ്സുകൾ ഉണ്ടായിരിക്കും, സിറ്റീസുകൾ ഉണ്ടായിരിക്കും, നമ്മൾ ഏത് സബ്ജക്റ്റാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ പേജ് നമ്മൾ നോക്കുക. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ UGC നെറ്റിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യും. കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്താൽ അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ അവൈലബിൾ ആവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിന് മുമ്പേ തന്നെ പ്രിവ്യൂ ഓപ്ഷൻസുകളെല്ലാം ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും പ്രിവ്യൂ ഓപ്ഷൻസുകൾ ഉണ്ട്. അപ്പോൾ പ്രിവ്യൂ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എങ്കിൽ അതിനുശേഷം മാത്രമേ ഫൈനൽ സബ്മിഷൻ നടത്താൻ പാടുള്ളൂ. ഫൈനൽ സബ്മിഷൻ നടത്തിയതിന് ശേഷം നമുക്ക് ഇമെയിൽ ID, മൊബൈൽ നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഇൻഫർമേഷൻസുകൾ കൊടുക്കുമ്പോഴും നല്ലപോലെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നും NTA NET JRFനുള്ള പേപ്പർ 1 ക്ലാസ്സുകൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസുകൾ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് കൂടുതലായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, താങ്ക് യു.